Hi students, Kerala University BSc Mathematics first semester first module differentiation ആണ് തുടങ്ങുന്നത്. Anton 10th edition calculus textbook 2.8 എന്ന സെക്ഷനിലാണ്. ഇതിനു മുമ്പുള്ള സെക്ഷനുകൾ BSc ഫിസിക്സ് കെമിസ്ട്രി സ്റ്റുഡൻസിന് കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി എന്നും പറഞ്ഞ്. അപ്പം ഇവിടെ മെയിനായിട്ട് ഡിഫറൻസിയേഷനാണ്. അപ്പം അത് പഠിക്കുന്നതിന് മുമ്പ് ഡിഫറൻസിയേഷൻ്റെ റൂൾസ്, പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, സമ്മ്, ഡിഫറൻസ്, കോൺസ്റ്റൻറ്റ് വരുമ്പോൾ പവറിൻ്റെ എങ്ങനെയാണ്, അതേപോലെ തന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ റിലേറ്റഡ് റേറ്റ്സ് എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്, 2.8. അപ്പോൾ ഇതിനു മുമ്പുള്ള ഡിഫറൻസിയേഷൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. പ്ലേലിസ്റ്റിൽ ഉണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. ആൻഡൻ്റെ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. ഒരു കോണ്, ഓക്കെ, ഒരു കോണിക്കൽ ഫിൽറ്റർ എന്ന് വിചാരിക്കുക. കോണിക്കൽ ഫിൽറ്റർ, അതിനകത്ത് വെള്ളം ഒഴിച്ചേക്കുവാണ്. ഏറ്റവും അടിയിലൊരു ഹോളുണ്ട്. അപ്പം ഓരോ സമയത്തിനനുസരിച്ച് വെള്ളം ഇതുവഴി പോകുന്നു. പോയി ഇത് വെള്ളം പോകുമ്പോൾ എന്തുവാ, ഇതിനകത്തെ വാട്ടർ ലെവൽ കുറഞ്ഞ് വരുന്നു. അപ്പോൾ ഇവിടെ റിലേറ്റഡ് റേറ്റ്സ് എന്ന് വെച്ചാൽ ടൈമിനനുസരിച്ച് എന്ത് ചേഞ്ച് വരുന്നു. അതായത് ഇതിനകത്ത് ഇത്ര ഉണ്ടായിരുന്നു, 1 മിനിറ്റ് കഴിയുമ്പം എത്രയാകും, 2 മിനിറ്റ് കഴിയുമ്പോൾ എത്രയാകും, അതാണ് റിലേറ്റഡ് റേറ്റ്സ്. അപ്പം കോണിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, π/3 r²h ആണ്. അതായത് 1/3 πr²h ആണ്. അപ്പോൾ വോളിയത്തിനുള്ള വ്യത്യാസം വിത്ത് റെസ്പെക്ട് ടു ടൈം dv/dt. അപ്പോൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് നമുക്കറിയാം അത് ചെയ്യാനും. അപ്പോൾ നോക്കിയേ, π/3 കോൺസ്റ്റൻറ്റ് വെളിയിലെടുത്തു, ബാക്കി എന്തോ r²h ഡെറിവേറ്റീവ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ r² ഇൻറ്റു dh/dt പ്ലസ് h ഇൻറ്റു r² എന്തോ 2r dr/dt. അപ്പോൾ ആ രീതി ചെയ്തപ്പോൾ dv/dt ആൻസർ എന്നാ കിട്ടി? π/3 ഇൻറ്റു r² dh/dt പ്ലസ് 2rh dr/dt എന്ന് കിട്ടി. അപ്പോൾ ഈ dv/dt കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? r വേണം, h വേണം, dh/dt വേണം, dr/dt വേണം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ടു ഫൈൻഡ് dv/dt അറ്റ് എ സ്പെസിഫിക് ടൈം t ഫ്രം ദിസ് ഇക്വേഷൻ we would need to have the values for r, h, dh/dt and dr/dt at that time. This is called a related rates problem. അതായത് ടൈമിനനുസരിച്ചുള്ളതാണ്, ടൈമിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലമാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. എക്സാമ്പിൾ നോക്കി. സപ്പോസ് ദാറ്റ് x and y are differentiable functions of t and are related by the equation y equal x cube. Find dy/dt at the time t equal to 1 if x equal to 2, dx/dt equal to 4 at the time t equal to 1. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എക്സ് ക്യൂബ് ഉണ്ട്. ചോദിച്ചാൽ എന്താ? dy/dt. അപ്പോൾ തന്നേക്കുന്നതിനെ t വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ dy/dt ഈക്വൽ ടു 3x² ഇൻറ്റു dx/dt. അപ്പോൾ കണ്ടോ, dy/dt ഈക്വൽ ടു 3x² ഇൻറ്റു dx/dt. എന്തുവാ ചോദിച്ചേ? dy/dt അറ്റ് t ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ dy/dt അറ്റ് t ഈക്വൽ ടു 1 ഈക്വൽ ടു 3. t ഈക്വൽ ടു 1 ആകുമ്പോൾ x 2ഉം dx/dt 4ഉം ആണ്. അപ്പോൾ 3 ഇൻറ്റു x², x എന്തോ 2 ആണ്. അപ്പോൾ 2² ഇൻറ്റു dx/dt എന്തോ 4. അപ്പോൾ 3 ഇൻറ്റു 4 ഇൻറ്റു 4, അപ്പോൾ 48 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. അടുത്ത ഒരു ആപ്ലിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അസ്യൂം ദാറ്റ് oil spilled from a ruptured tanker spreads in a circular pattern whose radius increases at a constant rate of 2 feet per second. How fast
is the area of the spill increasing when the radius of spill is 60 feet. അതായത് ഒരു ടാങ്കർ നിന്ന് ഓയിൽ സ്പിൽഡ് ഔട്ട് ചെയ്യുകയാണ്. സ്പിൽഡ് ഔട്ട് നിന്ന് താഴോട്ട് പോകുമ്പോൾ അത് സർക്കുലർ പാറ്റേണിലാണ് ഇങ്ങനെ പോകുന്നത്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു തുള്ളി മരുന്ന് ഇങ്ങനെ നമ്മൾ താഴോട്ട് ഒഴിക്കുമ്പോൾ ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ വലുതായി വരുമല്ലേ, അങ്ങനെ ഓർക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുവാണ് റേഡിയസ് ഒരു സെക്കൻഡിൽ 2 feet ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയയ്ക്ക് വരുന്ന വ്യത്യാസം വെൻ റേഡിയസ് ഈസ് 60 feet. അപ്പോൾ ഇതിനകത്ത് ടേംസ് ആദ്യം എഴുതാം. അപ്പോൾ നോക്കിയ ഒരു സർക്കുലർ ആകുമ്പോൾ എന്തോ ഏരിയ πr² ആണെന്നറിയാം. ടൈം ടി വെച്ച് വേണം. അപ്പോൾ ഇതിനകത്ത് ടേംസ് ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെക്കൻഡ് എലാപ്സ്ഡ് ഫ്രം ദ ടൈം ഓഫ് ദ സ്പില്ല്, പിന്നെ ആർ റേഡിയസ് ഓഫ് ദ സ്പിൽ ഇൻ ഫീറ്റ് ആഫ്റ്റർ ടി സെക്കൻഡ്, ഏരിയ ഓഫ് ദ സ്പിൽ ഇൻ സ്ക്വയർ ഫീറ്റ് ആഫ്റ്റർ ടി സെക്കൻഡ്. നമുക്കറിയാം റേഡിയസ് ഇൻക്രീസ് ചെയ്യുവാണ് അല്ലേ, ടൈമിനനുസരിച്ച് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ എന്തുവാ? ഏരിയ ഈസ് ഈക്വൽ ടു πr² ആണ്. dA/dt എന്താണ്? dA/dt ഈസ് ഈക്വൽ ടു π ഇൻറ്റു 2r dr/dt. ഇനി തന്നേക്കുന്ന കാര്യം എന്തുവാ? dr/dt തന്നിട്ടുണ്ട് 2 feet per second, r തന്നിട്ടുണ്ട് 60 ആണ്. എന്തോ ചോദിച്ചേ? dA/dt at r equal to 60 ആണ്. അപ്പോൾ dA/dt നമുക്ക് കിട്ടി. അപ്പോൾ dA/dt at r equal to 60 എന്ന് വെച്ചാൽ 2 ഇൻറ്റു π ഇൻറ്റു r എന്താ 60, dr/dt എന്താ 2, അത് ഇട്ട് കൊടുക്കുക. 240 π യൂണിറ്റ് എഴുതണം, ഫീറ്റ് സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ ഏരിയയുടെ ഫീറ്റ് സ്ക്വയറും ടിയുടെ സെക്കൻഡ്, അതാ ഫീറ്റ് സ്ക്വയർ പെർ സെക്കൻഡ്. അത് ചെയ്യുമ്പോൾ ഏകദേശം 754 ഫീറ്റ് സ്ക്വയർ എസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ എന്തോ ഒരു 5 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്തത്. ആദ്യമേ എന്താണ്, ഇവിടെ ഓരോ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ തന്നു, മെയിൻ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ ഡെറിവേറ്റീവ്സ്, തന്നേക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 5 സ്റ്റെപ്പാണ്. അപ്പോൾ നോക്കിക്കേ, സ്ട്രാറ്റജി ഫോർ സോൾവിങ് റിലേറ്റഡ് റേറ്റ്സ് പ്രോബ്ലം. സ്റ്റെപ്പ് 1, assign letters to all quantities that vary with time and any others that seems relevant to the problem. Give a definition for each letter. രണ്ടാമത്തെ, identify the rates of change that are known and rate of change that to be found. അതായത് തന്നേക്കുന്നത് എന്താ കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റെപ്പ്, find an equation that relates the variable whose rates of change are identified. ആ ഇക്വേഷൻ എഴുതുക. അടുത്ത എന്തുവാ? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. അടുത്ത സ്റ്റെപ്പ് എന്തുവാ? സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ നോൺ വാല്യൂസ്. എന്നിട്ട് സോൾവ് ഫോർ ദ അൺനോൺ റേറ്റ്. ഓക്കെ, ഈ 5 സ്റ്റെപ്പാണ് വേണ്ടത്. അടുത്ത ഒരു ആപ്ലിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ബേസ് ബോളിനെ കുറിച്ചാണ്. എ ബേസ് ബോൾ ഡയമണ്ട് ഈസ് എ സ്ക്വയർ whose sides are 90 feet long. Suppose that a player running from second base to third base has a speed of 30 feet per second at the instant when he is 20 feet from the third base. At what rate is the player's distance from the home plate changing at that instant? അപ്പം ഒരു സ്ക്വയർ ഷേപ്പ്ഡ് ആണ്, ഓരോ സൈഡും 90 feet ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹോമിൻ്റെ അവിടുന്ന് തുടങ്ങുന്ന കളി യഥാർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തോ, ഒരു പ്ലെയർ സെക്കൻഡ് ബേസിൽ നിൽക്കുകയാണ്, അവിടുന്ന് തേർഡ് ബേസിലോട്ട് ഓടുവാണ്. സെക്കൻഡ് ബേസിൽ നിന്ന് തേർഡ് ബേസിലേക്ക് 30 feet per second സ്പീഡിൽ ഓടുകയാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ പുള്ളി എവിടെ നിൽക്കുകയെന്നറിയോ? തേർഡ് ബേസിൽ നിന്ന് 20 feet മാറി ആയി ഈ ഒരു സമയത്ത്. അങ്ങനാണെങ്കിൽ at what rate is the player's distance from the home plate? ഇവിടെ നിന്നുള്ള റേറ്റ്, ഡിസ്റ്റൻസിൻ്റെ റേറ്റ് ഇങ്ങോട്ട് എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമേ ടേംസ് എഴുതുവാണ്. നമ്മൾ കൺസിഡർ ചെയ്യുക കോൺസ്റ്റൻറ്റ് സ്പീഡായിട്ടാണ് പോകുന്നതെന്ന്.
എന്തോ ചോദിച്ചാൽ വി വാണ്ട് ടു ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയർ ആൻഡ് ദ ഹോം പ്ലേറ്റ് അറ്റ് ദ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. അതായത് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഹോമിൽ നിന്ന് അങ്ങോട്ടുള്ള ദൂരം, ഈ പോയിന്റ് ആണെങ്കിൽ ഇങ്ങോട്ടുള്ള ദൂരം, ഈ പോയിന്റ് ആണെങ്കിൽ ഹോമിൽ നിന്നുള്ള ദൂരം. അപ്പോൾ ഈ പോയിന്റ് ആകുമ്പോൾ ഈ ഒരു ദൂരത്തിൻ്റെ ആ ഒരു റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടേംസ് ടി എന്ന് പറയുന്ന നമ്പർ ഓഫ് സെക്കൻഡ് സിൻസ് ദ പ്ലെയർ ലെഫ്റ്റ് സെക്കൻഡ് ബേസിൽ നിന്ന് എത്ര ടൈം എടുത്തു. ഇനി ഡിസ്റ്റൻസ് ഇൻ ഫീറ്റ് ഫ്രം ദ പ്ലെയർ ടു തേർഡ് ബേസിലോട്ടുള്ള ഡിസ്റ്റൻസ്. പിന്നെന്തോ വൈ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഇൻ ഫീറ്റ് ഫ്രം പ്ലെയർ ടു ഹോം പ്ലേറ്റിലുള്ള ദൂരം. അപ്പോൾ ഇതിനകത്ത് തന്നേക്കുന്ന എന്താ, ഡി എക്സ് ബൈ ഡി ടി. ഇങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി, എക്സ് ദൂരം. അപ്പോൾ തേർഡ് ബേസിൽ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങോട്ടാണ് വരുന്നത്, പക്ഷെ നമ്മൾ പറഞ്ഞ എന്തുവാ, തേർഡ് ബേസിൽ നിന്നുള്ളതാ പറഞ്ഞത് എന്തുവാ 20 ഫീറ്റ് എന്ന്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് 30 ഫീറ്റ് പെർ സെക്കൻഡ് എന്നല്ലേ, അതിനെ -30 ഫീറ്റ് പെർ സെക്കൻഡ് എന്ന് എഴുതും. കാരണം ഇങ്ങോട്ട് വരുന്ന ആളാണ്. അപ്പം നമ്മൾ നോക്കുന്ന ഇവിടുന്ന് അങ്ങോട്ട്, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ആ നെഗറ്റീവ് വന്ന്. ദ ക്വാണ്ടിറ്റി ഡി എക്സ് ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 20 ഈസ് നെഗറ്റീവ് ബിക്കോസ് എക്സ് ഈസ് ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈം കൂടുന്നതനുസരിച്ച് പുള്ളി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ദൂരം നോക്കുന്ന ഇവിടുന്ന്, അപ്പോൾ ഇങ്ങോട്ട് വരുന്തോറും ആ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഡിക്രീസിങ്, അതുകൊണ്ടാണ് ഡി എക്സ് ബൈ ഡി ടി നെഗറ്റീവായി. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 20 എന്ന് പറയുന്നത് -30 ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, റേറ്റ് ഹോം പ്ലേറ്റിൽ നിന്നുള്ള, അതായത് ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 20 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കുമല്ലോ, ഇത് 90 ഡിഗ്രി പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇത് 90 ആണ്, ഇത് വൈ ആണ്, ഇത് എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 90 സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറയാം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x ഡി എക്സ് ബൈ ഡി ടി പ്ലസ് 0 ഈക്വൽ ടു 2y ഡി വൈ ഡി ടി. അപ്പോൾ ഡി വൈ ബൈ ഡി ടി എന്തോ കിട്ടി, എക്സ് ബൈ വൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് കിട്ടും. ഓക്കെ, എക്സ് 20 ആണെന്നറിയാം. ഓക്കെ, വൈ അറിയത്തില്ല. അപ്പം വൈ എന്തുവാ, എക്സ് 20 ആണെങ്കിൽ വൈ എന്തുമായിരിക്കും, ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ y ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 90 സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് 20 സ്ക്വയർ പ്ലസ് 90 സ്ക്വയർ. അപ്പോൾ 10 റൂട്ട് 85 എന്ന് കിട്ടെ. അപ്പോൾ ഇതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുക. ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 20 എന്ന് പറയുന്നത് എക്സ് ബൈ വൈ. എക്സ് എന്താ 20, വൈ എന്താ 10 റൂട്ട് 85 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്താ -30. ചെയ്യുമ്പോൾ ആൻസർ -6.51 ഫീറ്റ് പെർ സെക്കൻഡ്. അവിടെ നെഗറ്റീവാണ്. നെഗറ്റീവ് സൈൻ ടെൽസ് ദാറ്റ് y ഈസ് ഡിക്രീസിങ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം ആ പോയിന്റിൽ നിന്ന് ഹോം പ്ലേറ്റിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് വരുന്നതോറും കുറവല്ലേ, അതാണ് അവിടെ നെഗറ്റീവ് വന്നത്. ഓക്കെ, പിടികിട്ടിയല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ച് ഒന്നുകൂടെ ഇത് കാണുക കേട്ടോ. അപ്പോൾ ബേസ്ബോൾ ആ ഒരു ഗെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ വരുവാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ബേസ്ബോളൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി ആ ഗെയിമിൻ്റെ എങ്ങനെയാണ് കളിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കുക കേട്ടോ. എക്സാമ്പിൾ 4 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ഫിഗർ 2.8.5, അതായത് ഇതാണ് ഫിഗർ. വി ഹാവ് ഷോൺ എ ക്യാമറ മൗണ്ടഡ് അറ്റ് എ പോയിന്റ് 3000 ഫീറ്റ് ഫ്രം ദ ബേസ് ഓഫ് എ റോക്കറ്റ് ലോഞ്ചിങ് പാഡ്. ഒരു റോക്കറ്റ് ലോഞ്ചിങ് പാഡ് ഇവിടെ ഉണ്ട്. അവിടുന്ന് 300 ഫീറ്റ് മാറി ഒരു ക്യാമറ ഉണ്ട്. ഇഫ് ദ റോക്കറ്റ് ഈസ് റൈസിങ് വെർട്ടിക്കലി അറ്റ് 880 ഫീറ്റ് പെർ സെക്കൻഡ് വെൻ ഇറ്റ് ഈസ് 4000 ഫീറ്റ് എബവ് ദ ലോഞ്ചിങ് പാഡ്. അപ്പോൾ ഇവിടുന്ന് വെർട്ടിക്കലായിട്ടാണ് റോക്കറ്റ് പോകുന്നത്. 880 ഫീറ്റ് പെർ സെക്കൻഡ് സ്പീഡിലാണ് പോകുന്നത്. 4000 ഫീറ്റിൽ എത്തുമ്പോൾ എന്തു പറഞ്ഞേക്കുന്നത്, ഹൗ ഫാസ്റ്റ് മസ്റ്റ് ദ ക്യാമറ എലിവേഷൻ ആംഗിൾ ചേഞ്ച് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ടു കീപ് ദ ക്യാമറ എയിംഡ് അറ്റ് ദ റോക്കറ്റ്. അപ്പം ഇവിടെ റോക്കറ്റ് ഇങ്ങനെ പോകുമ്പോൾ നമ്മളിവിടെ ക്യാമറ ഷൂട്ട് ചെയ്യുവാണ്. ഇത് പോകുന്തോറും ഈ ക്യാമറ ഇങ്ങനെ മേളിലോട്ട് പോകും. അപ്പോൾ ആ ക്യാമറയുടെ പോക്ക് അതിൻ്റെ റേറ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ തീറ്റ ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇവിടെ ഫൈ എന്നാണ് കൊടുത്തേക്കുന്നത്.
അപ്പോൾ d5/dt ആണ് ചോദിച്ചേക്കുന്നത്. എലിവേഷൻ ആംഗിളിൻ്റെ റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലായല്ലോ. ഒരു ലോഞ്ചിങ് പാഡ് ഉണ്ട്, 3000 ഫീറ്റ് മാറി ക്യാമറയുണ്ട്. ആ ലോഞ്ചിങ് പാഡിന് വെർട്ടിക്കലായിട്ടാണ് റോക്കറ്റ് പോകുന്നത്. 880 ഫീറ്റ് പെർ സെക്കൻഡ് സ്പീഡിലാണ് പോകുന്നത്. ഉയരം എത്ര? 4000 ഫീറ്റിലെത്തുമ്പോൾ ഉള്ള റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടേംസ് ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെക്കൻഡ് ഇലാപ്സ്ഡ് ഫ്രം ദ ടൈം ഓഫ് ലോഞ്ച്. ഫൈ എന്ന് പറയുന്നത് ക്യാമറ എലിവേഷൻ ആംഗിൾ ഇൻ റേഡിയൻ. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ റോക്കറ്റ് ആഫ്റ്റർ ടി സെക്കൻഡ്. അപ്പം നമുക്ക് തന്നേക്കുന്നത് dh/dt, ഹൈറ്റിൻ്റെ ആ സ്പീഡല്ലേ. അപ്പോൾ dh/dt അറ്റ് h = 4000 ആണ് തന്നേക്കുന്നത്, 880 ഫീറ്റ് പെർ സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് d5/dt അറ്റ് h = 4000 ആണ്. അപ്പം ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് h, ഇത് 3000. അപ്പം ഇത് ഫൈ അല്ലേ. അപ്പം tan ഫൈ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ h/3000. tan ഫൈ = h/3000. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടും? sec² ഫൈ d5/dt = 1/3000 ഇൻറ്റു dh/dt. ഇനി h 4000 ആണ് തന്നു. h 4000 ആണെങ്കിൽ എന്തോ വേണം നമുക്ക്? sec ഫൈയുടെ ആൻസർ വേണം. ഓക്കെ, സീക്ക് എന്ന് വെച്ചാൽ എന്ത്? 1/cos. കോസ് എന്ന് വെച്ചാൽ എന്താ? അഡ്ജസൻ്റ് ബൈ ഹൈപ്പട്ന്യൂസ്. അപ്പോൾ ഹൈപ്പട്ന്യൂസ് നമ്മുടെ കയ്യിൽ ഇല്ല, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്. ഇത് 3000ഉം ഇത് 4000ഉം ആണെങ്കിൽ ഇതെന്തോ പൈതഗോറസ് തിയറം വെച്ച് 5000 ആയിരിക്കും. ഓക്കെ, അങ്ങനാണെങ്കിൽ കണ്ടോ 3000, 4000, 5000 കിട്ടും പൈതഗോറസ് തിയറം വെച്ച്. അപ്പം സീക്ക് ഫൈ എന്തുവാ? സീക്ക് ഫൈ എന്ന് വെച്ചാൽ 1/cos, അതായത് അഡ്ജസൻ്റ് ബൈ ഹൈപ്പട്ന്യൂസിൻ്റെ റെസിപ്രോക്കൽ, അതായത് ഹൈപ്പട്ന്യൂസ് ബൈ അഡ്ജസൻ്റ്. 5000/3000, അതായത് 5/3 കിട്ടി. ഓക്കെ, ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇതിനകത്ത്. അപ്പോൾ 5/3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു d5/dt അറ്റ് h = 4000 ഈക്വൽ 1/3000 ഇൻറ്റു dh/dt എന്തുവാ? 880. അത് കഴിയുമ്പോൾ എന്തുവാ? d5/dt അറ്റ് h = 40 നമുക്ക് 66/625 എന്ന് കിട്ടും. അതായത് 0.11 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അത് വേണമെങ്കിൽ ഡിഗ്രി ആക്കാം. ഡിഗ്രി ആക്കാൻ എന്ത്? 180/π കൊണ്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന് കുറച്ചുകൂടെ ടഫാണ്. അപ്പം ഈ റോക്കറ്റിൻ്റെ പ്രോബ്ലം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് നോക്കി അത് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇച്ചിരി മനസ്സിലാക്കാൻ പാടുള്ളതാണ്. സപ്പോസ് ദാറ്റ് ലിക്വിഡ് ഈസ് ടു ബി ക്ലിയർഡ് ഓഫ് സെഡിമെൻറ്റ് ബൈ അലോയിങ് it to drain through a conical filter that is 16 cm height and 4 cm radius at the top. Suppose that the liquid is forced out of the cone at a constant rate of 2 cm³ per minute. ഒരു മിനിറ്റ് 2 cm³ വീതം ആണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്തെ സെഡിമെൻ്റ് എടുക്കാനാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഒരു ലിക്വിഡിനകത്ത്. 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡു യു തിങ്ക് ദാറ്റ് ദ ഡെപ്ത് ഓഫ് ദ ലിക്വിഡ് വിൽ ഡിക്രീസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്? ഗിവ് എ വെർബൽ ആർഗ്യുമെൻറ്റ് ദാറ്റ് ജസ്റ്റിഫൈസ് യുവർ കൺക്ലൂഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ലിക്വിഡിൻ്റെ ഡെപ്ത് കോൺസ്റ്റൻറ്റ് റേറ്റ് ആയിട്ടാണോ ഡിക്രീസ് ചെയ്യുന്നത്? അതിനൊരു ആർഗ്യുമെൻറ്റ് കൊടുക്കുക. അടുത്തതെന്ന് വെച്ചാൽ ഫൈൻഡ് എ ഫോർമുല ദാറ്റ് എക്സ്പ്രസസ് ദ റേറ്റ് at which depth of the liquid is changing in terms of depth. Use the formula to determine whether your conclusion in part A is correct. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, at what rate is the depth of the liquid changing at the instant when the liquid in the cone is 8 cm deep? അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വെള്ളമുണ്ട്, സെഡിമെൻറ്റും ഉണ്ട്. ഇതിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സെഡിമെൻറ്റ് ഇത്രയാണ് ഉള്ളത്. അപ്പോൾ താഴത്തെ വാട്ടർ കുറേ പോകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത്രയുള്ള സെഡിമെൻറ്റ്
ഇത്രയാവത്തില്ലേ? കാരണം ഇവിടെ വീതി കുറഞ്ഞപ്പോൾ ഈ ഹൈറ്റ് കൂടുമല്ലോ. ഓക്കെ, ആ ഐഡിയ മനസ്സിലായോ? ഇത്രയുള്ള സാധനമായിരുന്നു, അത് ഇത്രയും വീതി ഉണ്ടായിരുന്നു. താഴോട്ട് പോകുന്നതോറും എന്തോ വീതി കുറയുമ്പോൾ എന്തോ ആ സെഡിമെൻ്റ് ഇരിക്കുന്നതിൻ്റെ ആ ഉയരം കൂടും. ഓക്കെ. For the volume of solid to increase by a fixed amount, it requires a greater decrease in depth when the cone is close to empty than when it is almost full. അതായത് മേളിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും താഴെ പോകുന്തോറും എന്താണ് ആ ഡെപ്ത് ഗ്രേറ്റർ ഡിക്രീസ് ആകും. This suggests that for the volume to decrease at a constant rate, the depth must decrease at an increasing rate. Volume to decrease at a constant rate, the depth must decrease at an increasing rate ആയിട്ടാണ് പോകുന്നത്. കോൺസ്റ്റന്റ് റേറ്റ് അല്ല, ഇൻക്രീസിങ് റേറ്റ് ആണ് പോകുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് നമുക്ക് നോക്കാം. ടേംസ് ടി എന്ന് പറയുന്നത് ടൈം ഇലാപ്സ്ഡ് ഫ്രം ദ ഇനിഷ്യൽ ഒബ്സർവേഷൻ ഇൻ മിനിറ്റ്. വി എന്ന് പറയുന്ന വോളിയം ഓഫ് ദ ലിക്വിഡ് ഇൻ ദ കോൺ അറ്റ് ടൈം ടി ഇൻ സെൻറ്റിമീറ്റർ ക്യൂബ്. വൈ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദ ലിക്വിഡ് ഇൻ ദ കോൺ അറ്റ് ടൈം ടി ഇൻ സെൻറ്റിമീറ്റർ. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ലിക്വിഡ് സർഫസ് അറ്റ് ടൈം ടി ഇൻ സെൻറ്റിമീറ്റർ. നമുക്ക് ചോദിച്ചത് ഇത് വൈയുടെ കാര്യമല്ലേ, അപ്പം ഡി വൈ ബൈ ഡി ടി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇക്വേഷൻ കോണല്ലേ, അപ്പോൾ 1/3 πr² എച്ച് അല്ലേ, എച്ച് ആയിട്ട് ഇവിടെ വൈ ആണ്. അപ്പോൾ 1/3 πr² വൈ ആണ്. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആറും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ ആറിനെ വൈയുടെ ടേമിലാക്കാം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ എന്തോ ചെയ്തേക്ക് നോക്കിയേ. ഇവിടെ കോണിൻ്റെ 16 ഹൈറ്റും 4 റേഡിയസുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വൈയും റേഡിയസ് 6 എന്നും എടുത്തത്. അപ്പം നമുക്ക് റേഷ്യോ ആയിട്ട് ഈ സിമിലർ ട്രയാങ്കിളിൻ്റെയൊക്കെ റേഷ്യോ പറയുന്നതിലൂടെ നമുക്ക് പറയാം എന്തുവാ, 16/y ഈക്വൽ 4a/6 അല്ലെങ്കിൽ 6/y ഈക്വൽ 4/60. അതിൽ നിന്ന് 6 എന്തോ കിട്ടി, 1/4 × y, അതായത് y/4 എന്ന് കിട്ടി 6. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്താ കിട്ടി, 1/3 πr². അപ്പം 1/16 y² × y. അപ്പം നമുക്ക് v ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. ഇനി dv/dt ചെയ്തു, π/48 എടുത്തു, y³ എന്തോ 3y² dv/dt. dv/dt നമുക്ക് വേണ്ട. അപ്പം dv/dt ഈസിക്കൽ ടു 48ഉം 3ഉം കൂടെ വരും 16, അപ്പുറത്ത് പോകുമ്പോൾ മേളിൽ 16 πy² × dv/dt. ഇനി വാല്യൂ ഇട്ട് കൊടുക്കുക, 16 πy² × ഇനി dv/dt വോളിയത്തിൻ്റെ എന്താണ് പറഞ്ഞേക്കുന്നത്, 2 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ, 2 cm³/min എന്നല്ലേ പറഞ്ഞത്. ഇതെന്തോ താഴോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയോ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയോ, അപ്പോൾ എന്തോ നെഗറ്റീവ് സൈൻ ആണെന്ന് ഓർക്കുക. dv/dt ഈക്വൽ ടു -2 ആണ്. മൈനസ് സൈൻ ഹിയർ ബിക്കോസ് v ഡിക്രീസസ് ആസ് t ഇൻക്രീസസ്. ടൈം കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടി, -32 πy². അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്താ കിട്ടും, 32/πy² എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പം നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ആർഗ്യുമെൻറ്റ് ശരിയാണോ? അപ്പം നോക്കി, മോഡ് dv/dt increases as y decreases, which confirm the conjecture that the depth of the liquid increases more times the liquid drains through the filter. y അല്ല y² ടേംസിലാണ് പോകുന്നത്. ഓക്കെ, ഇനി y ഈക്വൽ ടു 8ൻ്റെ കാര്യം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 8 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് -1/2π, അതായത് -0.16 cm/min എന്ന് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ക്വിക്ക് ചെക്ക് എക്സസൈസ് ഉണ്ട്. ഈ 4 ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോ ഇക്വേഷൻ തന്നിട്ട് ഡെറിവേറ്റീവ്, അതേപോലെ തന്നെ കണ്ടോ സ്റ്റെപ്പ് പ്രോബ്ലം ഇഷ്ടംപോലെ ഉണ്ട്. എക്സസൈസിലെ സ്റ്റെപ്പ് പ്രോബ്ലംസ് ചോദിക്കാം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് സമയമില്ല, പക്ഷേ ഇതെല്ലാം ചോദിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ
ഇതിൻ്റെ PDF-നകത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക, ആൻസർ ശരിയാണോ നോക്കുക കേട്ടോ. ഈ ഓരോ ക്വസ്റ്റ്യൻസും ഉണ്ട്, ഓയിൽ സ്പിൽഡിൻ്റെ കാര്യവും ഈ സ്പെറിക്കൽ ബലൂൺ ക്വസ്റ്റ്യൻസ് എല്ലാം ട്രൈ ചെയ്യണം. ഓക്കെ, അടുത്തതിനകത്ത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഡിഫറൻഷ്യൽസ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഓർക്കേണ്ടുന്ന ഈ ഇക്വേഷൻ, ടാൻജൻ ലൈൻ്റെ ഇക്വേഷൻ ഇല്ലേ, y മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ആ y മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഇല്ലേ, എക്സ് നോട്ട് അപ്പുറത്ത് കളഞ്ഞു. അപ്പോൾ എന്ത്, y ഈക്വൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. y എഫ് ഓഫ് എക്സ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. അങ്ങനെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനായിട്ട് എന്താണെന്നറിയോ നമ്മൾ പറയുന്നത്, ഇൻക്രിമെൻറ്റ് എക്സ് മൈനസ് എക്സ് നോട്ടിനെ ഡെൽറ്റ എക്സ് എന്ന് ഡിനോട്ട് ചെയ്ത എക്സ് എന്തുവാ, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് ഡെൽറ്റ എക്സ്. ആ രീതി ഒന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 1. അത് ഉപയോഗിച്ച് റൂട്ട് 1.1 കണ്ടുപിടിക്കുക. അപ്പം നോക്കി എങ്ങനെയാണ് ചെയ്യുന്നത്. ആൻസറിനകത്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്തോ 1/2 റൂട്ട് എക്സ്. ഇനി നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ, എഫ് ഓഫ് എക്സ് നോട്ട്. ഈ ഇക്വേഷൻ ഇല്ലേ, ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തോ കിട്ടും, റൂട്ട് എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റൂട്ട് എക്സ് നോട്ട് പ്ലസ് 1/2 റൂട്ട് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. അപ്പോൾ എക്സ് നോട്ട് 1 അല്ലേ, അപ്പോൾ എക്സ് നോട്ട് ഉള്ളിടത്തെല്ലാം 1 ഇട്ട് കൊടുത്തപ്പം ഇങ്ങനെ കിട്ടി. അപ്പോൾ y ഈക്വൽ റൂട്ട് എക്സ് അല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. ഇനി റൂട്ട് 1.1ൻ്റെ കാര്യമല്ലേ പറഞ്ഞേ, അപ്പോൾ എന്താ പറയാം, വൈയുടെ സ്ഥാനത്ത് 1.1 ഇടാം. വൈയുടെ സ്ഥാനത്തല്ല, എക്സിൻ്റെ സ്ഥാനത്ത് 1.1, അതായത് y എന്ന് വെച്ചാൽ റൂട്ട് 1.1. അപ്പോൾ എക്സ് ഉള്ളിടത്തെല്ലാം 1.1 ഇടുമ്പോൾ നമുക്കിങ്ങനെ കിട്ടി. അപ്പോൾ ടാൻജൻറ്റ് ലൈനകത്ത് ഈക്വേഷൻ ഇല്ലേ, അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1.1 ഇട്ടുമ്പോൾ നമുക്ക് എന്തോ കിട്ടി, ഇതിൻ്റെ ആൻസർ 1.05 എന്ന് കിട്ടി. കാൽക്കുലേറ്ററിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഏകദേശം ഈക്വലായിട്ട് കിട്ടിയില്ലയോ. അതായത് ഇവിടെ ക്വസ്റ്റ്യനകത്ത് തന്നെ പറഞ്ഞാൽ റൂട്ട് 1.1 കണ്ടുപിടിക്കണം, പിന്നെ കാൽക്കുലേറ്ററിനകത്തെ അപ്രോക്സിമേറ്റ് കറക്റ്റ് വാല്യൂ എങ്ങനെയാണെന്ന്. അത് രണ്ടും ഏകദേശം ഈക്വലാണോ, ഈക്വലാണ്. അടുത്ത ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0, സൈൻ 2 ഡിഗ്രി കണ്ടുപിടിക്കുക ഇപ്പം പറഞ്ഞ രീതിയിൽ. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എന്തുവാ, സൈൻ എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് എന്തോ കോസ് എക്സ്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ, എഫ് ഓഫ് എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. അതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സൈൻ എക്സ് നോട്ട് പ്ലസ് കോസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. എക്സ് നോട്ട് ആയിട്ട് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ സൈൻ എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സൈൻ 0 പ്ലസ് കോസ് 0 ഇൻറ്റു എക്സ് മൈനസ് എക്സ്. വാല്യൂ ഇട്ട് വരുമ്പോൾ സൈൻ 0 ആണ്, കോസ് 0 1 ആണ്. അപ്പോൾ സൈൻ എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2. രണ്ടാമത് സൈൻ 2 ഡിഗ്രി അല്ലേ, സൈൻ 2 ഡിഗ്രി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 ആണ്. 2 ഡിഗ്രി അല്ലേ, അതിപ്പോൾ അതിനെ റേഡിയൻ ആക്കാൻ 2 ഇൻറ്റു π/180 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ സൈൻ 2 ഡിഗ്രി നമുക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി, കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. രണ്ടും ഏകദേശം ഈക്വലായിട്ട് വരും. ഓക്കെ, എററിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എറർ എന്ന് വെച്ചാൽ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ്. അപ്പോൾ മോഡ് സൈൻ എക്സ് മൈനസ് എക്സ് ആണ് ഇവിടുത്തെ എറർ. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ലെബനിസ് നൊട്ടേഷനായിട്ട് dy/dx dy/dxനെ dy/dx ഈക്വൽ dy/du ഇൻറ്റു du/dx നമ്മൾ ചെയിൻ റൂളിനകത്ത് കണ്ടതിലോട്ട് ഈ ഒരു ഇക്വേഷനായിട്ട് പഠിക്കുക. dy ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്, അതായത് dy/dx എന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ഇതാണ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം.
Formula 5 is set to express equation 6 in differential. ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം ആണ് ഇത്. ഓക്കെ, express the derivative with respect to x of y equal x square in differential form. Discuss the relation between dy and dx at x equal to 1. അപ്പോൾ y equal to x square അല്ലേ, അപ്പോൾ dy by dx എന്തു 2x, അപ്പോൾ dy എന്തു 2x ഇൻറ്റു ഡി എക്സ്. അപ്പോൾ x equal to 1 ആകുമ്പോൾ എന്തു dy equal 2dx. അപ്പോൾ എക്സിനകത്ത് ഏത് ചേഞ്ച് ഉണ്ടോ എന്നത് 2 times ആയിട്ട് yക്ക് ചേഞ്ച് വരും. അതാണ് this tells us that if we travel along the tangent line to the curve y equal x square at x equal to 1, then a change of dx units in x produces change of 2 dx unit in y. ഓക്കെ, ഇനി നമ്മൾ ഇൻക്രിമെൻ്റ് ഡെൽറ്റ വൈയും ഡിഫറൻഷ്യൽ ഡി വൈയും ഡി എക്സും ഡി വൈയും നമ്മൾ കണ്ടു. അപ്പോൾ ഡി എക്സ് ഡെൽറ്റ എക്സ് ഈക്വൽ ആകുമ്പം ഡി വൈയും ഡെൽറ്റ വൈയും എന്തെങ്കിലും വ്യത്യാസം വരുമെന്നാണ്. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഡി വൈ റെപ്രസെൻറ്റ് ചേഞ്ച് ഇൻ വൈ ദാറ്റ് ഒക്കർ when we start at x and travel along the curve y equal f of x until we have moved delta x unit in x direction. എന്നാൽ ഡി വൈ എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ചേഞ്ച് ഇൻ വൈ ദാറ്റ് ഒക്കർ വെൻ വി സ്റ്റാർട്ട് എക്സ് ട്രാവൽ അലോങ് ടാൻജൻറ്റ് ലൈന്. അപ്പോൾ നോക്കി, ഡെൽറ്റ വൈ ആണെങ്കിൽ കർവിൽ കൂടെ ട്രാവൽ ചെയ്യുന്നു, ഡി വൈ ആണെങ്കിൽ ടാൻജൻറ്റ് ലൈനിൽ കൂടാണ് ട്രാവൽ ചെയ്യുന്നത്. ഡി എക്സും ഡെൽറ്റ എക്സും ഈക്വൽ ആയ കേസിൽ. ഓക്കെ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യനോടുണ്ട്. let y equal root x, find the formulas for delta y and dy. Evaluate delta y and dy at x equal to 4 with dx 3 delta x 3. അത് സ്കെച്ച് ചെയ്തൊന്ന് കാണിക്കാം. അപ്പം y ഈക്വൽ എഫ് ഓഫ് എക്സ് ഈക്വൽ റൂട്ട് എക്സ്. അപ്പം dy by dx എന്ത് 1/2 റൂട്ട് എക്സ്, dy എന്ന് വെച്ചാൽ 1/2 റൂട്ട് എക്സ് ഡി എക്സ്. അപ്പം dy കിട്ടി. ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എന്ത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് റൂട്ട് എക്സ് ആണ്. നിങ്ങളത് മനസ്സിലാക്കിക്കോണം. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെന്ന് ഓർക്കുക. അപ്പം ഡെൽറ്റ വൈ കിട്ടി, ഡി വൈ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഇതിനകത്ത് എക്സിന് 4ഉം ഡി എക്സിന് 3ഉം ഡെൽറ്റ എക്സിന് 3 ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഡെൽറ്റ വൈക്ക് അവിടെ എക്സിന് 4ഉം ഡെൽറ്റ എക്സിന് 3 ഇട്ട് കൊടുത്താൽ എന്ത് റൂട്ട് 7 മൈനസ് റൂട്ട് 4 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.65. അടുത്ത ഡി വൈക്കകത്ത് അതേപോലെ തന്നെ 1/2 റൂട്ട് 4 ഇൻറ്റു ഡി എക്സ് 3 റൂട്ട് 7.5 കിട്ടിയ. ഇനി ഇതിനകത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് എക്സിൻ്റെ ഗ്രാഫ് 4 എന്ന പറഞ്ഞ പോയിന്റിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ചു. അപ്പം നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. 7ൻ്റെ കാര്യമല്ലേ, അപ്പോൾ 4ൽ നിന്നും 7ൽ നിന്നും അങ്ങോട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ 7ൽ നിന്ന് കർവിലേക്കും നമ്മുടെ ടാൻജൻറ്റ് ലൈനിലേക്കും വരച്ചു. ആ കർവിലേക്കുള്ള ദൂരമാണ് ഡെൽറ്റ വൈ, അതാണ് 0.65. ആ ടാൻജൻറ്റ് ലൈനിലേക്കുള്ള ദൂരമാണ് ഡി വൈ 0.75. കണ്ടോ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ കർവിൽ കൂടെയും ഡി വൈ എന്ന് പറയുന്നത് ടാൻജൻ ലൈൻ. അപ്പം കർവ് വരെയുള്ളത് കുറവാണ് 0.65, ടാൻജൻ ലൈൻ വരെയുള്ള കൂടുതലാണ്, അതാണ് ഡി വൈ 0.75. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ ഒരു ഇക്വേഷനോട് ഓർത്തിരിക്കുക. ഡെൽറ്റ വൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി വൈ. രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്, ഡെൽറ്റ വൈയും ഡി വൈ. ആ കാര്യം ഓർക്കുക. അത്രയേ ഉള്ളൂ സിലബസിൽ. ഈ പോർഷനൊന്നും സിലബസിലില്ല. എററിൻ്റെ കേസൊന്നും, റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററും നമുക്ക് സിലബസിലില്ല. ഇതിനകത്തെ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഡെൽറ്റ വൈ ഡി വൈയുടെ ക്വസ്റ്റ്യനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചെയ്ത് നോക്കുക. അപ്രോക്സിമേറ്റ് ലീനിയർ അപ്രോക്സിമേഷൻ കണ്ടോ, ഈ ക്വസ്റ്റ്യനൊക്കെ എക്സിന് 3.04 ഒക്കെ വരുന്നത്. അങ്ങനെ അത് ചെയ്യുക. അപ്പം നമ്മുടെ മാത്സ് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ആദ്യം പഠിക്കുന്ന 2.8ഉം 2.9ഉം ആണ്. അത് അങ്ങനെ ഈ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ തീർന്നു.
ഇനി നമുക്ക് തേർഡ് ചാപ്റ്റർ ആണ്. തേർഡ് ചാപ്റ്റർ BSc മാത്തമാറ്റിക്സ് ഫസ്റ്റ് സെം ഫസ്റ്റ് മോഡ്യൂൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് പഠിക്കുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് നോക്കാം. താങ്ക് യു.